എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ടിഷ്യൂ പേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഒത്തിരി പേര് ചെയ്തൊരു വീഡിയോ ആണിത്. ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈമാണിത്. എപ്പോഴും ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കും. എല്ലാ ഐറ്റംസും വീട്ടിലുണ്ടെങ്കിലും ഈ ഒരു സംഗതി ചെയ്യാനായിട്ട് എന്തുകൊണ്ടോ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ഇതുപോലത്തെ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് മടി പിടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ കുറച്ചധികം ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്, അതൊന്ന് ഒപ്പത്തിനൊന്ന് അടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു ഗ്ലാസ്സാണ്. പിന്നെ വേണ്ടത് കളർ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്കെച്ച് പെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാൻ പറ്റും. ഇത് സത്യം പറഞ്ഞാൽ കൊച്ചു കൂട്ടുകാർക്കാണ് എളുപ്പം, ഏറ്റവും എളുപ്പത്തിൽ ഇതങ്ങോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. വേറെ ഒരു പരിപാടി ഇതിനകത്തില്ല. എന്താ പറയുക, ഒരു ബ്ലേഡോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട. നമുക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഗ്ലാസിൻ്റെ അരികിനായിട്ട് ഇതേപോലെ, അതായത് നമ്മുടെ കളറൊന്ന് തേച്ച് കൊടുത്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കൊരു റൗണ്ട് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പറിൻ്റെ രണ്ട് പോർഷനിലും ഇതേ രീതിയിൽ റൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ല റൗണ്ടായിട്ട് തന്നെ നല്ല വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇതിനകത്തൊരു ജോലി എന്ന് പറയുന്നത്. പക്ഷേ ഇതൊന്നും അത്ര വലിയ ജോലിയൊന്നും അല്ല. നല്ല റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ എടുക്കുമ്പോൾ സാധാരണഗതിയിൽ എൻ്റെ കയ്യിലിരിക്കുന്ന, അതായത് ഞാൻ ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടിഷ്യൂ കുറച്ചധികം സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പെട്ടെന്ന് കീറിയൊക്കെ പോകുമെന്നൊക്കെ തോന്നും. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടി ഒന്ന് ഹാർഡായിട്ട് കിട്ടും. ടിഷ്യൂ പല ടൈപ്പ് ഉണ്ടല്ലോ, ഏത് ടിഷ്യൂ വേണമെങ്കിലും നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ അതായത് നമ്മൾ നേരത്തെ റൗണ്ട് ചെയ്ത് വെച്ചേക്കുന്ന രണ്ട് പോർഷനും കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് വന്ന് എടുത്ത് നോക്കുന്നത് എൻ്റെ അച്ചുക്കുട്ടനാണേ. അപ്പോൾ അവൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ് ആൾ സൈഡിൽ. അപ്പം ഞാൻ ഇവിടെ രണ്ടും വെട്ടി എടുത്ത് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു എൻഡ് പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു അരിക് വശത്ത്, അപ്പോൾ അവിടെ നമുക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്കെച്ച് പെന്നോ മാർക്കറോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് കളർ അടിച്ച് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നോർമലി നമ്മുടെ അക്രലിക് പെയിൻറ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ജസ്റ്റ് ഈ ഒരു കളർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം, ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇനിയിപ്പോൾ കളറൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും നമുക്ക് വൈറ്റ്, ഇപ്പോൾ ടിഷ്യൂ പേപ്പർ മാത്രം കളറൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ടിഷ്യൂസ് വെച്ച് മാത്രം വൈറ്റ് കളറിലെ ഫ്ലവറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ അതിൻ്റെ എല്ലാ പോർഷനിലും നമ്മളിത് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ കളറൊക്കെ എല്ലായിടത്തുമായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വരും. അതിനുശേഷം നമുക്ക് ടിഷ്യൂ ആയതുകൊണ്ട് അറിയാമല്ലോ, നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിങ്ങനെ കുതിർന്നു പോവും. അപ്പോൾ അതൊന്ന് നമുക്ക് ഉണക്കിയെടുക്കണം. നിങ്ങൾക്ക് അയൺ ബോക്സ് ഉണ്ടെങ്കിൽ അയൺ ബോക്സ് വെച്ചിട്ട് എടുക്കാം. പിന്നെ കൊച്ചു കൂട്ടുകാർ ചെയ്യുമ്പോൾ മാക്സിമം അയൺ ബോക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നോർമൽ, ഇപ്പോൾ നല്ല വെയിലുണ്ട്, അപ്പോൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ആണ് നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുന്നത്. ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു എൻഡ് പോർഷനിൽ മാത്രം ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഈ ഒരു രീതിയിൽ. അപ്പോൾ തന്നെ ആ കളറൊക്കെ ഒന്ന് സ്പ്രെഡായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഉണക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. വെയിലത്ത് വെച്ചാണ് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഉണങ്ങുമ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പായ പോലെ ഇരിക്കും. ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആദ്യം ഒരു ലെയർ വെറുതെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചല്ല, ഇങ്ങനെ ഈ ഒരു രീതിയിലൊന്ന് മടക്കി കൊടുക്കുക. ആദ്യത്തേതിൽ നമ്മൾ പശയോ കാര്യങ്ങളോ ഒന്നും വെക്കേണ്ട. ആ ഗ്ലാസിൻ്റെ വായുഭാഗത്ത് ഈ ഒരു രീതിയിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഫെവിക്കോളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആദ്യത്തെ ലെയറിൽ യൂസ് ചെയ്യത്തില്ല. അതിന് ഇനി തൊട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഫെവിക്കോള് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സെയിം രീതിയിൽ നമ്മൾ കുറച്ചധികം, നമ്മുടെ കയ്യിൽ എത്ര ഇതളുകളുണ്ടോ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മൾ ആദ്യത്തെ പോർഷനിൽ പശയൊന്നും തേച്ചിട്ടില്ല. രണ്ടാമത് തൊട്ട് വരുന്നതിന് നമ്മൾ കുറച്ച് പശ തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാ ലീഫുകളും അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇതേ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ ഇത് അത്ര സക്സസ് ആയിട്ടൊക്കെ വരുമെന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ യൂട്യൂബിലൊക്കെ കുറേ ആയിട്ട് ഈ വീഡിയോസ് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് ഇത്രയും അടിപൊളിയായിട്ട് ഈ ഒരു സംഗതി കിട്ടും എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. കണ്ടോ? അപ്പോൾ ദേ ഈ ഒരു രീതിയിൽ നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ദേ നമ്മുടെ കയ്യിലുള്ള ലീഫുകളെല്ലാം ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും കൊച്ചു കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ്, ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുള്ളവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ അതൊക്കെ ഒരു കമൻ്റായിട്ട് പറയുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയാണ് എനിക്ക് പിന്നെയും വീഡിയോസ് ഇടാനുള്ളൊരു ഇൻസ്പിറേഷൻ തരുന്നത്. അപ്പോൾ കമൻറ്റ്സ് ഇടാനൊന്നും ആരും മറന്നു പോകരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. കണ്ടോ? ഈ ഒരു രീതിയിൽ നമ്മളത് ഒട്ടിച്ചൊട്ടിച്ച് വരുമ്പോഴത്തേക്കും ആ ഒരു ഹോളൊക്കെ അങ്ങ് ഇല്ലാത്ത രീതിയിലേക്ക്, ഹോള് കാണാത്ത രീതിയിലോട്ടാവും. അതുവരെ നമ്മളത് ഒട്ടിച്ചു കൊടുക്കുക. ഒരു എന്താ പറയുക, ഒരു 6 ടിഷ്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്രയും വലിപ്പത്തിലുള്ളൊരു പൂ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ എടുക്കുന്ന ആ ഒരു ഗ്ലാസിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ പൂവും കിട്ടുന്നത്. ചെറിയ ഗ്ലാസ്സാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുഞ്ഞു പൂക്കളായിരിക്കും. വലിയ ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ഇച്ചിരി വലിപ്പമുള്ളൊരു, സത്യം പറഞ്ഞാൽ ഒരു താമരപ്പൂ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു സാധനമാണ് എനിക്കിപ്പോൾ ഔട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അധികം മെനക്കേടൊന്നും ഇല്ലാത്ത ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. ഇതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ലാസ്റ്റ് ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, നമ്മൾ ഈ ഗ്ലാസ് തിരിച്ച് വെച്ചിട്ട് നോക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു മൊമെൻറ്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കുറച്ചധികം സ്പീഡിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പെട്ടെന്ന് അതിൻ്റെ ഔട്ട് എത്ര പെർഫെക്റ്റ് ആയിട്ട് അത് കിട്ടുമെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ലാസ്റ്റ് ലീഫും കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേ നമുക്ക് പതുക്കെ അത് ഉണങ്ങാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പതുക്കെ നമുക്കൊന്ന് വിതർത്ത് നോക്കാം. അപ്പോൾ കൈ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം നമുക്കിത് പതുക്കെ ഒന്ന് പൊക്കിയെടുക്കാൻ. ഇത് കണ്ടോ? അടിപൊളിയായിട്ട് നല്ല ഒരു അടിപൊളി പൂവായിട്ടാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ? അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു താമരപ്പൂ പോലെയൊക്കെയാണ് തോന്നുന്നത്. കണ്ടോ? അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്